എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LDC 2024 കേരള PSC നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷയിൽ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കേണ്ടതാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ്. ആ ഒരു അധ്യായത്തിലെ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. SCRT കാര്യങ്ങൾ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് പഠിച്ചു പോകാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം അറിയാനും പ്രതികരിക്കാനും എന്ന അധ്യായമാണ്. ഇവിടെ ഈ ഒരു അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദീപനങ്ങൾ എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് രുചി, സ്പർശം, ചൂട്, തണുപ്പ് ഇതൊക്കെ എന്താണ് ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ്. ശരീരത്തിനുള്ളിലും എന്താണ് ഉദ്ദീപനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനുദാഹരണമാണ് ഈ പറയുന്ന വിശപ്പും ദാഹവും ഒക്കെ. അപ്പൊ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. രുചിയും അതേപോലെ തന്നെ സ്പർശവും തണുപ്പും ചൂടും അങ്ങനെ കുറെ ഉദ്ദീപനങ്ങൾ നമുക്കറിയാം. അതേപോലെ നമ്മുടെ ശരീരത്തിനുള്ളിലും ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവയ്ക്ക് 2 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. വിശപ്പ്, ദാഹം തുടങ്ങിയവയ്ക്ക് എന്നാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പൊ ശരീരത്തിന് പുറത്തും ശരീരത്തിനുള്ളിലും എന്താണ് ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഗ്രാഹികൾ എന്ന് പറയുന്ന ഒരു ടേമാണ്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. ആ കോശങ്ങളെയാണ് നമ്മൾ ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവ എന്താണ് ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്നു, എന്നിട്ട് ഉചിതമായ സന്ദേശങ്ങൾ എന്നാണ് ഇവ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളിലും നമ്മുടെ ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷമായ കോശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രാഹികൾ എന്ന് പറയുന്നത്. ഈ ഗ്രാഹികൾ നമ്മൾ തൊട്ടു മുമ്പൊക്കെ പരിചയപ്പെട്ട ഉദ്ദീപനങ്ങളെയൊക്കെ സ്വീകരിക്കുകയും അതിനുതകുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ എന്ത് ചെയ്യും ഇവ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഗ്രാഹി ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതോടെയാണ് എന്ത് സംഭവിക്കുന്നത്? പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആരുടെ ധർമ്മം? നാഡീ വ്യവസ്ഥയുടെ ധർമ്മം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ തുടക്കത്തിൽ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്? നമ്മുടെ ഉദ്ദീപനങ്ങളെയൊക്കെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്നു. എന്നിട്ട് എന്താണ് അതിനനുസൃതമായിട്ടുള്ള എന്താണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പൊ ഈ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇനി നമുക്ക് നാഡീ വ്യവസ്ഥയിലേക്ക് വരാം. ഈ നാഡീ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. നാഡീ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മസ്തിഷ്കം. നാഡീ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുഷുപ്ന. നാഡീ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നാഡികൾ. അതോടൊപ്പം തന്നെ നമ്മുടെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു ഗ്രാഹി കോശം. ഇതെന്താണ് നാഡീ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ്, അതേപോലെ തന്നെ നാഡികള്, സുഷുപ്ന, മസ്തിഷ്കം എല്ലാം എന്താണ് നാഡീ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നാഡീകോശം. ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്നറിയപ്പെടുന്നത് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ ആണ്. മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഒക്കെ ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണ്. മറ്റെല്ലാ കോശങ്ങളെയും പോലെ ഈ നാഡീകോശത്തിനും കോശസ്തരമുണ്ട്, അതേപോലെ തന്നെ കോശദ്രവ്യമുണ്ട്, ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് ഈ നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണിന്റെ ഘടനയാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ന്യൂറോണിലേക്ക് വരുമ്പോൾ
നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമായ ന്യൂറോണിലേക്ക് വരുമ്പോൾ അതിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു പോകണം. അതായത് ഇവിടെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡെൻഡ്രൈറ്റ് ആണ്. അതിനുശേഷം പിന്നെ ഡെൻഡ്രോൺ വരണം. അതിനുശേഷം പിന്നീട് നമ്മൾ ഈ പറയുന്ന കോശ ശരീരത്തിലേക്ക് വരുന്നു. അവിടെ കോശദ്രവ്യമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സാധാരണ കോശം പോലെ തന്നെ. അതിൻ്റെ പുറത്തോട്ട് പിന്നെ ആക്സോൺ വരുന്നു, പിന്നെ ആക്സോണൈറ്റ് വരുന്നു. അതിനുശേഷം എന്താണ്, സിനാപ്റ്റിക് നോബ് വരുന്നു. അപ്പൊ ഇതാണ് നാഡീ കോശത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് പറയുന്നതെന്നും കൂടെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് തുടങ്ങാം. ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ കാണാം, ഈ ഒരു ഭാഗമാണ് ഡെൻഡ്രോൺ. അതിന്റെ ശാഖകളായിട്ടാണ് ഈ നിൽക്കുന്ന ഡെൻഡ്രൈറ്റ്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത്, ഡെൻഡ്രോണിന്റെ ശാഖകളാണ് എന്തെന്ന് പറയുന്നത്, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്, ഡെൻഡ്രോണിന്റെ ശാഖകളാണ്. ഇനി എന്താണ് ഇതിന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അനേകം ന്യൂറോണുകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒറ്റൊരു ന്യൂറോണിന്റെ ചിത്രമാണ്. ഇതുപോലെ കുറേ ന്യൂറോണുകളുണ്ട്. അപ്പൊ ഈ ന്യൂറോണിലൂടെയാണ് നമ്മുടെ സന്ദേശങ്ങൾ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ന്യൂറോണിലേക്ക് മറ്റൊരു ന്യൂറോണിൽ നിന്നും വരണം, സന്ദേശം വരണം. ആ സന്ദേശങ്ങളെ സ്വീകരിക്കുന്നത് ആരാണ്, ഈ പറയുന്ന ഡെൻഡ്രൈറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് ഇവിടെ പറയുന്നത്, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ്, ഡെൻഡ്രൈറ്റ്. എന്താണ് ഡെൻഡ്രൈറ്റ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡെൻഡ്രോണിന്റെ ശാഖകൾ. ധർമ്മം പറഞ്ഞാൽ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുക. ഇനി നമ്മൾ ഡെൻഡ്രോണിലേക്ക് വരികയാണ്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് കോശ ശരീരം. അതിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് എന്തെന്ന് പറയുന്നത്, ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ധർമ്മം എന്താന്ന് വെച്ചാൽ ഈ ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു. നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റ് ആണ് ആവേഗങ്ങളെ സ്വീകരിക്കുന്നത്. അത് നേരെ എങ്ങോട്ട് കൊടുക്കും, ഈ ഡെൻഡ്രോണിലേക്ക് കൊടുക്കും. ഡെൻഡ്രോണിൽ നിന്ന് അത് എങ്ങോട്ട് എത്തിക്കും, ഈ പറയുന്ന കോശ ശരീരത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ വേറൊരു ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ ഡെൻഡ്രൈറ്റ് സ്വീകരിക്കുന്നു. ആ ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോൺ വഴി അത് എങ്ങോട്ട് എത്തിച്ചേരുകയാണ്, കോശ ശരീരത്തിൽ എത്തിച്ചേരുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ആക്സോൺ ആണ്. ആക്സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ്. നോക്കുക, ഇതാണ് കോശ ശരീരം. അവിടെ നിന്നുള്ള നീളം കൂടിയ ഈ തന്തുവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. അപ്പൊ നീളം കുറഞ്ഞ തന്തു എന്ന് പറഞ്ഞാൽ ഏതാണ്, അത് ഡെൻഡ്രോൺ ആണ്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് നമ്മുടെ ആക്സോൺ എന്ന് പറയുന്നത്. ഇതിന്റെ ധർമ്മം കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചല്ലോ, ഡെൻഡ്രൈറ്റ് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിക്കുന്നു, അത് ഡെൻഡ്രോണിലേക്ക് എത്തുന്നു. ഡെൻഡ്രോൺ വഴി അത് എവിടെ എത്തിച്ചേർന്നു, ഈ കോശ ശരീരത്തിൽ എത്തിച്ചേർന്നു. ഇനി ആ കോശ ശരീരത്തിൽ നിന്നും അതിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ്, ഈ പറയുന്ന ആക്സോൺ ആണെന്ന കാര്യം ഓർക്കുക. അപ്പൊ നമ്മുടെ മെസ്സേജ് ഇപ്പോൾ എവിടെ എത്തി, നമ്മുടെ ഈ പറയുന്ന ആക്സോണിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ മെസ്സേജ്. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോയി, ആക്സോണൈറ്റിലേക്ക് പോയി. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണിന്റെ ശാഖകളാണ്. അപ്പൊ ഡെൻഡ്രോണിന്റെ ശാഖകൾ നമ്മൾ പഠിച്ചു, ഡെൻഡ്രൈറ്റ് ആണ്. ആക്സോണിന്റെ ശാഖകളാണ് ഇത് ആക്സോണൈറ്റ്. അപ്പൊ ഇതാ ആക്സോൺ ഇങ്ങനെ പോയിട്ട് രണ്ട് ശാഖകളായിട്ട് ഇങ്ങനെ പിരിയുന്നുണ്ട്. അപ്പൊ ആ ശാഖേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ആവേഗങ്ങളെ എങ്ങോട്ട് എത്തിക്കുക, സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. ആവേഗങ്ങളെ എങ്ങോട്ട് എത്തിക്കുന്നു, സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഈ ആക്സോണൈറ്റിന്റെ ധർമ്മം ഇപ്പോൾ ആവേഗങ്ങൾ ആക്സോണിലുണ്ട്. ആക്സോണിൽ നിന്നും ആക്സോണൈറ്റ് വഴി എങ്ങോട്ട് കൊണ്ടുപോവുക, സിനാപ്റ്റിക് നോബിലേക്ക് എത്തിച്ചേരുക. അപ്പൊ ഈ ഇങ്ങനെ മുത്തു പോലെ കാണുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിനാപ്റ്റിക് നോബ്. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പൊ സിനാപ്റ്റിക് നോബ്
ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് എന്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സോണിന്റെ ശാഖയാണ് എന്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുമ്പോൾ ആക്സോണിന്റെ ശാഖയായിട്ടുള്ള ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഇതാണ് എന്ത് ആക്സോണൈറ്റ്. അപ്പൊ അതിന്റെ അഗ്രഭാഗത്തായിട്ട് ഇങ്ങനെ മുത്തുമുത്ത് പോലെ കാണുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബിലാണ് എന്ത് നാഡീയ പ്രേഷകം സ്രവിക്കുന്നത്. അപ്പൊ സിനാപ്റ്റിക് നോബിലാണ് എന്ത് നാഡീയ പ്രേഷകം എന്ത് ചെയ്യുന്നത് സ്രവിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. അപ്പൊ ഈ നാഡീയ പ്രേഷകം സ്രവിക്കുന്നു, അത് ഇതിന്റെ രണ്ട് ഈ പറയുന്ന ന്യൂറോണുകൾക്കിടയിലുള്ള വിടവുണ്ട്, ആ വിടവിനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. അവിടേക്ക് ഈ പറയുന്ന നാഡീയ പ്രേഷകത്തെ സ്രവിക്കുമ്പോൾ തൊട്ടടുത്തുള്ള എന്തിനെ ഉത്തേജിപ്പിക്കുന്നു, തൊട്ടടുത്തുള്ള ന്യൂറോണിനെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഒരു ന്യൂറോണിന്റെ കേസിൽ അതിൽ ഓരോ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അതിലൂടെ എങ്ങനെയാണ് മെസ്സേജ് മൂവ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇവിടെ ഒരു ടേമും കൂടെ ഉണ്ട്, ഷോൺ കോഷം. അതായത് ആക്സോണിനെ വലയം ചെയ്യുന്നു ഈ പറയുന്ന ഷോൺ കോഷം പറയുന്ന ആ ഷോൺ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ത് ഈ പറയുന്ന മൈലിൻ ഷീറ്റ്. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വെള്ള നിറത്തിൽ കാണാൻ പറ്റും, അത് എന്താണ് ഷോൺ കോശമാണ്. അതിനാൽ നിർമ്മിതമായിട്ട് എന്ത് വരുന്നുണ്ട് മൈലിൻ ഷീറ്റ് വരുന്നുണ്ട്. അത് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നതാണ്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക. എന്തെല്ലാമാണ് ഡെൻഡ്രൈറ്റ്, അതേപോലെ തന്നെ ഡെൻഡ്രോണ്, പിന്നെ നേരെ നമ്മുടെ ഈ കോശ ശരീരം, അവിടെ കോശദ്രവ്യം ന്യൂക്ലിയസ് സാധാരണ കോശം പോലെയുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് നീളം കൂടിയ തന്തുവാണ് എന്ത് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിന്റെ ശാഖയാണ് എന്ത് ആക്സോണൈറ്റ്. അതേപോലെ തന്നെ ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് എന്ത് സിനാപ്റ്റിക് നോബ്. ഇനി നമ്മുടെ ഈ മെസ്സേജിന്റെ ആ ഒരു ഫ്ലോ ഓർത്ത് വെച്ചാൽ ആദ്യം ഏതിലൂടെ കടന്നു വരും നമ്മുടെ ഡെൻഡ്രൈറ്റിലൂടെ കടന്നു വരും. അത് എങ്ങോട്ട് പോകും ഡെൻഡ്രോണിലേക്ക് പോകും. അത് പിന്നെ എങ്ങോട്ട് വരും കോശ ശരീരത്തിലെത്തും. അവിടെ നിന്ന് എങ്ങോട്ട് വരും നമ്മുടെ ആക്സോണിലേക്ക് വരും. ആക്സോണിൽ നിന്ന് എങ്ങോട്ട് വരും ആക്സോണൈറ്റിലേക്ക് വരും. ആക്സോണൈറ്റിൽ നിന്ന് എന്താണ് സിനാപ്റ്റിക് നോബിലേക്ക് എത്തുകയും അവിടെ എന്താണ് നാഡീക പ്രേഷകം സ്രവിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പഠിച്ച ഷോൺ കോശമാണ്, ആക്സോണിനെ വലയം ചെയ്യുന്നു ഷോൺ കോശം എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ ഇത് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഇനി നോക്കുക, മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക ആക്സോണുകളെയും എന്താണ് ഈ പറയുന്ന കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം എന്താണ് ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ആക്സോൺ. അതിനിങ്ങനെ ആവർത്തിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഷോൺ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീറ്റ് എന്താണ് വലയം ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് നാഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാഡി എന്ന് പറയുന്നത്. അവയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ഷോൺ കോശങ്ങളാലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഈ മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഷോൺ കോശങ്ങളാലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഷോൺ കോശങ്ങളാലാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിലെയും അതേപോലെ തന്നെ സുഷുപ്നയിലെയും ഒക്കെ ഈ മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ആക്സോണിന് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന മൈലിൻ ഷീറ്റ് കൊണ്ട്. അത് നമ്മുടെ ഈ മസ്തിഷ്കത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് എന്ത് തന്നെയാണ് ഒരു സവിശേഷ കോശമാണ്. അപ്പോൾ ഇവിടെ ഷോൺ കോശങ്ങളാൽ മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നു. എന്നാൽ മസ്തിഷ്കത്തിലും സുഷുപ്നയിലേക്കും വരുമ്പോൾ അവിടെ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്ന സവിശേഷ കോശങ്ങളാലാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ മൈലിൻ ഷീറ്റിന് എന്ത് നിറമാണ് തിളങ്ങുന്ന വെള്ള നിറമാണ്. തിളങ്ങുന്ന വെള്ള നിറമാണ്. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ മൈലിൻ ഷീറ്റിന്റെ നിറം എന്താണ് തിളങ്ങുന്ന വെള്ള നിറമാണ്. ഇനി നോക്കുക, മസ്തിഷ്കത്തിലും സുഷുപ്നയിലും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്ന് പറയും. അപ്പോൾ ഈ മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. മൈലിൻ ഷീറ്റ് നിറം എന്താണ് വെള്ള നിറമാണ്. അപ്പോൾ അതിനെ നമുക്ക് വൈറ്റ് മാറ്റർ എന്ന് പറയാം. എന്നാൽ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണുന്ന ഭാഗവും ഉണ്ട്. ആ ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും ഗ്രേ മാറ്റർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗം അത് നമ്മുടെ മസ്തിഷ്കത്തിലും സുഷുപ്നയിലും ധാരാളം മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗം കാണപ്പെടുന്നുണ്ട്. അതിനെ വൈറ്റ് മാറ്റർ എന്നും ഇല്ലാത്ത ഭാഗവും കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ എന്താണ് ഗ്രേ മാറ്റർ എന്നുമാണ് വിളിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഷോൺ കോശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് നൽകുന്നുണ്ട്. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഷോൺ കോശങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ആക്സോണിനെ ചുറ്റിക്കൊണ്ട് ഷോൺ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീറ്റ് രൂപം കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്താണ്? ഇവയ്ക്ക് എന്താണ്? സംരക്ഷണം നൽകുക. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ, ഓർത്തിരിക്കുക, ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം എന്താണ്? പല ആക്സോണുകളെ പൊതിഞ്ഞോ, ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നു എന്ന കാര്യം ഓർക്കുക. എന്താണ് ഇവിടെ പറഞ്ഞത്? ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം എന്താണ്? പല ആക്സോണുകളെ പൊതിഞ്ഞോ, ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ എന്താണ്? മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നു. ഇനി നാഡികളിലെ ആക്സോണുകളിൽ ഷോൺ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീറ്റ് കാണപ്പെടുന്നു. അപ്പോൾ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ മസ്തിഷ്കത്തിലും സുഷുപ്നയിലുമാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന കോശങ്ങളാൽ നിർമ്മിതമായ ഈ പറയുന്ന മൈലിൻ ഷീറ്റ്. അതേ സമയത്ത് ഇനി ബാക്കി ഈ പറയുന്ന നാഡികളിലെ ആക്സോണുകളിൽ എന്താണ്? ഈ ഷോൺ കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള മൈലിൻ ഷീറ്റ് കാണപ്പെടുന്നു. ഒരു ഷോൺ കോശം ആക്സോണിനെ ആവർത്തിച്ച് എന്താണ്? വലയം ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. ഒരു ഷോൺ കോശം എന്താണ്? ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഈ പറയുന്ന ഒളിഗോഡെൻഡ്രോസൈറ്റും ഷോൺ കോശങ്ങളും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഈ പറയുന്ന ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഷോൺ കോശങ്ങളും. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ, ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നു. ഇനി നമ്മുടെ ഷോൺ കോശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നാഡികളിലെ ആക്സോണുകളിൽ ഷോൺ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീറ്റ് കാണപ്പെടുന്നു. ഒരു ഷോൺ കോശം എന്താണ്? ആക്സോണിനെ ആവർത്തിച്ച് എന്താണ്? വലയം ചെയ്യുന്നു എന്ന് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർദ്ധിക്കുക, ഭാഗ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങൾ. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. വരാൻ പോകുന്ന പരീക്ഷയിലും ഇതെല്ലാം ചോദിക്കാം. എന്താണ് മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? ആക്സോണിന് പോഷകഘടകങ്ങൾ, അതേപോലെ തന്നെ ഓക്സിജൻ ഇതൊക്കെ നൽകുക. ഇനി ആവേഗങ്ങളുടെ വേഗത, നമുക്കറിയാം ഈ ആക്സോണിന്റെ ഉള്ളിലൂടെ എന്താണ്? ആവേഗങ്ങൾ പാസ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുക. കാരണം ഇതിനുള്ളിലൂടെ ഈ ആവേഗങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ആവേഗങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? വൈദ്യുത സിഗ്നലുകളായിട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ്? ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുക. ഇനി ഭാഗ്യക്ഷതങ്ങളിൽ നിന്ന് എന്താണ്? ആക്സോണിനെ സംരക്ഷിക്കുക. അപ്പൊ ക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, പിന്നെ ഈ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുക. ഇതെല്ലാം എന്താണ്? മൈലിൻ ഷീറ്റിന്റെ പ്രധാന ധർമ്മങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതിൻ്റെ ഒരു ഫ്ലോ ആണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ആക്സോണിനുള്ളിലൂടെ ഈ സന്ദേശങ്ങൾ പോകുന്നത് വൈദ്യുത സിഗ്നലുകളായിട്ടാണ്. അതായത് നമ്മുടെ ഈ ഗ്രാഹി കോശങ്ങളുണ്ടല്ലോ, ആ ഗ്രാഹി കോശങ്ങളാണ് ചൂട്, തണുപ്പ് തുടങ്ങിയ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത്. എന്നിട്ട് അത് അതിന് അനുയോജ്യമായിട്ടുള്ള വൈദ്യുത സിഗ്നലുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? രൂപാന്തരപ്പെടുത്തുന്നത്. എന്നിട്ട് അത് ഈ പറയുന്ന ആക്സോണിനുള്ളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, നാഡീകോശത്തിന്റെ കോശസ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് എന്താണ്? നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. അതായത് സന്ദേശങ്ങളൊന്നും തന്നെ അതിലൂടെ പാസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ കോശസ്ഥലത്തിന് പുറത്ത് എന്താണ്? പോസിറ്റീവും അകത്തെന്താണ്? നെഗറ്റീവുമാണ്. അപ്പൊ നോക്കുക, ഇത് പോസിറ്റീവ്, ഇതെന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ സന്ദേശങ്ങളൊന്നും പോകാതിരിക്കുന്ന സമയത്ത് കോശസ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ്, അകത്ത് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണെന്ന കാര്യം ഓർക്കുക. പിന്നെ അതിലൂടെ ഒരു സന്ദേശം പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ കോശസ്ഥലത്തിനകത്ത് എന്തായിട്ട് വരും? പോസിറ്റീവ് ചാർജും പുറത്തെന്താണ്? നെഗറ്റീവ് ചാർജും വരുന്നു. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അകത്തേക്ക് പോസിറ്റീവ് വന്നു, പുറത്തേക്ക് എന്താണ്? നെഗറ്റീവ് വന്നു. അപ്പോൾ സാധാരണ കേസിൽ പുറത്താണ് പോസിറ്റീവ്, അകത്താണ് എന്ത് വരുന്നത്? നെഗറ്റീവ് വരുന്നത്. ഇനി ഉദ്ദീപിക്കപ്പെടുന്ന സമയത്ത് നേരെ തിരിച്ചു വരും. എന്താണ്? കോശസ്ഥലത്തിനകത്ത് പോസിറ്റീവും വരും, പുറത്ത് എന്താണ്? നെഗറ്റീവും വരും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഈ കോശസ്ഥലത്തിനകത്ത് എന്താണ്? പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയി മാറുന്നു. നൈമിഷികമായിട്ട് ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ ഒരു പ്രക്രിയ തുടരുക വഴി വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെ നമ്മൾ നാഡീയ ആവേഗങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ ഒരു സന്ദേശവും അതിലൂടെ പാസ് ചെയ്യാത്ത സമയത്ത് പുറത്ത് പോസിറ്റീവ്, അകത്തെന്താണ്? നെഗറ്റീവ് ആണ്.
അതേ സമയത്ത് സന്ദേശം അവിടെ എത്തുന്ന സമയത്ത് ഈ പറയുന്ന അയോണുകളുടെയൊക്കെ വിന്യാസത്തിലുള്ള വ്യത്യാസം കാരണം എന്താണ്, അകത്ത് എന്തായിട്ട് മാറും, പോസിറ്റീവ് ചാർജും പുറത്ത് എന്തായിട്ട് മാറും, നെഗറ്റീവ് ചാർജും സന്ദേശങ്ങൾ പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിങ്ങനെ തുടർന്നു പോകും. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സന്ദേശം അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് എത്തുകയും അതായത് മസ്തിഷ്ക ഭാഗത്തൊക്കെ എത്തിയിട്ട് അതിൻ്റെ ഒരു പ്രതികരണ പ്രവർത്തനം സംഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു തീയിൽ പോയിട്ട് നമ്മുടെ കൈ ടച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വലിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ മെസ്സേജ് നമ്മുടെ ഈ പറയുന്ന മസ്തിഷ്കത്തിൽ എത്തുകയും അതിൻ്റെ ഒരു പ്രതികരണ പ്രവർത്തനം അവിടെ സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കൈ വലിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന നാഡിയിലൂടെയൊക്കെ ഈ പറയുന്ന സന്ദേശം പോകുന്നുണ്ടല്ലോ. ആ സന്ദേശത്തെ നമ്മൾ എന്തു പേരിലാണ് വിളിക്കുന്നത്, നാഡീയ ആവേഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യുന്ന സന്ദേശങ്ങളെ നാഡീയ ആവേഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത സിനാപ്സ് എന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സിനാപ്സിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ സിനാപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായ ബന്ധപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ, അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായോ, അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ആ ഒരു വിടവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് എന്ത്, സിനാപ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് എന്താണ് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളെ നമ്മൾ നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സിനാപ്റ്റിക്, ഇതാണ് നമ്മളെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആ സിനാപ്റ്റിക് നോബിൽ നിന്ന് കണ്ടോ, ഈ വിടവിലേക്ക് എന്താണ് നാഡീയ പ്രേഷകങ്ങൾ സ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവ എന്താണ്, തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ എന്ത് ചെയ്യും, ഉത്തേജിപ്പിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെയോ അല്ലെങ്കിൽ കോശത്തെയോ എന്താണ് ഉത്തേജിപ്പിക്കും. നമുക്കറിയാം ഡെൻഡ്രൈറ്റ് വഴിയാണ് ഒരു ഈ പറയുന്ന ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക് മെസ്സേജ് എത്തുന്നത്. അപ്പോൾ ആ ഡെൻഡ്രൈറ്റിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കോശത്തെ എന്ത് ചെയ്യും, ഈ പറയുന്ന നാഡീയ പ്രേഷകം എന്ത് ചെയ്യും, ഉത്തേജിപ്പിക്കും എന്ന കാര്യം ഓർക്കും. അങ്ങനെ അവിടെ എന്താണ്, പുതിയ വൈദ്യുത സൃഷ്ടിക്കുന്നു. ഈ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ് അസറ്റൈൽ കൊളീനും അതുപോലെ തന്നെ ഡോപ്പമിൻ എന്നിവ എന്താണ് നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അസറ്റൈൽ കൊളീൻ അതുപോലെ തന്നെ ഡോപ്പമിൻ എന്നിവയെല്ലാം എന്താണ്, നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് ഈ പറയുന്ന സിനാപ്സുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പോൾ ഈ ആവേഗങ്ങളുടെ വേഗത, ആവേഗങ്ങളുടെ ദിശ ഇതൊക്കെ ക്രമീകരിക്കുക എന്നത് ഈ പറയുന്ന സിനാപ്സിന്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ്. അസറ്റൈൽ കൊളീനും അതേപോലെ തന്നെ ഡോപ്പമിനും ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. ഇതെല്ലാം എന്താണ്, ഈ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് സിനാപ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് ഈ സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആ ഒരു ന്യൂറോണുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട, അതിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇവിടെ പറഞ്ഞു പോകുന്ന വിവിധതരം നാഡികളെ കുറിച്ചാണ്. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും അതേപോലെ തന്നെ എന്താണ് പ്രേരക നാഡീകോശമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, സന്ദേശ ദിശയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സന്ദേശ ദിശയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ട് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും രണ്ടായിട്ട് തിരിക്കാം. മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളെ സംവേദ നാഡീകോശങ്ങൾ എന്ന് പറയും. അതായത് നമ്മുടെ ഇപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഉദ്ദീപനങ്ങൾ എന്ത് സ്വീകരിക്കും, ഗ്രാഹീകോശങ്ങൾ സ്വീകരിക്കും. എന്നിട്ട് അതിനെ എങ്ങോട്ട് കൊണ്ടുപോകും, ഈ പറയുന്ന നാഡികൾ വഴി എങ്ങോട്ട് കൊണ്ടുപോകും, മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംവേദന നാഡികൾ എന്ന് പറയുന്നത്. എന്താണ് സംവേദന നാഡീകോശം എന്ന് പറയുന്നത്, എന്താണ് സംവേദനാഡീകോശം എന്ന് പറയുന്നത്, എന്താണ് സംവേദ നാഡീകോശം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രേരക നാഡീകോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുപ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. അതായത് ഇവിടെ പ്രേരണ, എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു മെഴുകുതിരി, ആ മെഴുകുതിരിയിൽ തീ കത്തിയിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ അറിയാതെ ഒന്ന് ടച്ച് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഉദ്ദീപനം, ചൂട് എന്ന് പറയുന്ന ആ ഒരു ഉദ്ദീപനം ഉണ്ടായല്ലോ. ആ ഉദ്ദീപനങ്ങൾ നമ്മുടെ ഗ്രാഹീകോശങ്ങൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അത് എങ്ങോട്ട് പോകും, ഈ പറയുന്ന സംവേദ നാഡീകോശങ്ങൾ വഴി നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചേരും. അപ്പോൾ അതിന് ഒരു പ്രതികരണ പ്രവർത്തനം നടക്കണമല്ലോ. എന്താണ് ആ പ്രവർത്തനം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൈ എന്ത് ചെയ്യണം, വലിക്കപ്പെടണം. അപ്പോൾ അവിടെ എന്താണ്, ഈ പറയുന്ന കൈ വലിക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് രൂപം കൊണ്ടിരിക്കുകയാണ്. ആ മെസ്സേജ് എങ്ങോട്ട് പോകും, ഈ പ്രേരക നാഡീകോശങ്ങൾ വഴി നമ്മുടെ ഈ പറയുന്ന കൈ എന്ന് പറയുന്ന അവയവത്തിലേക്കൊക്കെ എത്തിയിട്ട് അങ്ങോട്ട് വലിക്കപ്പെടും.
അപ്പോൾ ഇവിടെ നമ്മൾ 2 പോയിന്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഏതാണ്? ഒന്ന് നമ്മൾ പരിചയപ്പെട്ട സംവേദ നാഡീകോശം, മറ്റൊരു ടേം നമ്മൾ പരിചയപ്പെട്ടത് പ്രേരക നാഡീകോശം. സംവേദ നാഡീകോശം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സംവേദ നാഡീകോശം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശം. അതേ സമയത്ത് പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഷുപ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ വിവിധ തരത്തിലുള്ള നാഡീകോശമുണ്ട്, 2 പേരുകൾ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത്? സന്ദേശ ദിശയുടെ അടിസ്ഥാനത്തിലാണ് സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തിരിക്കുന്നത്. ഇനി അടുത്ത നാഡികൾ ആക്സോണുകളുടെ കൂട്ടമാണല്ലോ നാഡികൾ. ഇവ യോജകലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓർത്തിരിക്കുക, ഈ പറയുന്ന നാഡികൾ എന്താണ്? യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആക്സോണുകളെല്ലാം ഇങ്ങനെ യോജിപ്പിച്ചാണല്ലോ പോണത്. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത പറയുന്നത് ആക്സോണുകളുടെ കൂട്ടമാണല്ലോ നാഡികൾ. ഇവ യോജകലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാഡികളെ അവയുടെ ധർമ്മത്തിനനുസരിച്ച് 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു നാഡീകോശങ്ങളെ എന്താണ്? ഈ പറയുന്ന സന്ദേശ ദിശയ്ക്കനുസരിച്ച് 2ആയി തിരിച്ചു. അതാണ് സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും. ഇനി എന്താണ്? നാഡികളുണ്ട്. ഈ നാഡികളെ എന്താണ്? പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 3ആയിട്ട് തരംതിരിക്കുന്നത്? ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. തൊട്ടു മുമ്പ് നമ്മൾ ദിശയുടെ അടിസ്ഥാനത്തിൽ, ഈ പറയുന്ന സന്ദേശ ദിശയുടെ അടിസ്ഥാനത്തിൽ. ഇവിടെ എന്താണ്? ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അതിലൊന്നാണ് സംവേദ നാഡി അല്ലെങ്കിൽ സംവേദ നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. അപ്പൊ സംവേദ നാഡി എന്താണ്? സംവേദ നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. രണ്ടാമത്തത് പ്രേരക നാഡിയാണ്. അത് പ്രേരക നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. മൂന്നാമത്തത് സമ്മിശ്ര നാഡിയാണ്. അവിടെ സംവേദ നാഡി തന്തുക്കളും പ്രേരക നാഡി തന്തുക്കളും ചേർന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്ക് സുഷുപ്നയിലേക്ക് എത്തിക്കുന്നതാണ് എന്ത്? സംവേദന നാഡി എന്ന് പറയുന്നത്. അപ്പൊ സംവേദന നാഡി എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ എങ്ങോട്ട് എത്തിക്കുക? മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും എത്തിക്കുക. അപ്പൊ പ്രേരക നാഡി തന്തുക്കൾ കൊണ്ടുണ്ടാകുന്ന പ്രേരക നാഡി എന്താണ്? നമ്മുടെ തലച്ചോറ്, സുഷുപ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒന്ന് മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നു. പ്രേരക നാഡി എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ വിവിധ അവയവങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന മസ്തിഷ്കത്തിലേക്ക് ഒരു സന്ദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിപ്രവർത്തനം ചെയ്യാനായിട്ടുള്ള സന്ദേശം എന്താണ്? വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇനി നമ്മുടെ പ്രേരക നാഡിയാണ്. അതേസമയത്ത് സമ്മിശ്ര നാഡി എന്ന് പറയുമ്പോൾ തലച്ചോറ്, സുഷുപ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പൊ അതെവിടെയാണ്? തലച്ചോറ്, സുഷുപ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? സംവേദ നാഡി തന്തുക്കളും പ്രേരക നാഡി തന്തുക്കളും ചേർന്നുണ്ടാകുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ സംവേദ നാഡി എന്ന് പറയുമ്പോൾ അവിടെ അവയവത്തിൽ നിന്ന് ഈ പറയുന്ന മസ്തിഷ്കം അല്ലെങ്കിൽ സുഷുപ്നയിലേക്ക് മാത്രം ഒരു ഡയറക്ഷനിലാണ്. മറ്റെന്ന് പറയുമ്പോൾ എന്താണ്? പ്രേരക നാഡി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മസ്തിഷ്കം അല്ലെങ്കിൽ സുഷുപ്നയിൽ നിന്ന് അവയവങ്ങളിലേക്കാണ്. അപ്പോൾ അതും എന്താണ്? ഒരു ഡയറക്ഷനിലാണ്. പക്ഷെ ഇവിടെ ഈ സമ്മിശ്ര നാഡി എന്ന് പറയുമ്പോൾ 2 ദിശയിലും വരും. അതാണ് ഇവിടെ പറയുന്നത്. സംവേദ നാഡി തന്തുക്കളും പ്രേരക നാഡി തന്തുക്കളും ചേർന്നുണ്ടാകുന്നു. തലച്ചോറ്, സുഷുപ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള, അതായത് സുഷുപ്ന, തലച്ചോറ് എന്നിവയിലേക്കുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം എന്താണ്? സാധ്യമാക്കുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പൊ തലച്ചോറ്, സുഷുപ്ന എന്നിവയിലേക്കും അതേപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചും, അതായത് 2 ദിശയിലേക്കുമുള്ള സന്ദേശം എന്താണ്? ഇവിടെ സാധ്യമാക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് സമ്മിശ്ര നാഡി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. അതിൽ സംവേദ നാഡി എന്ന് പറയുമ്പോൾ സംവേദ നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. പ്രേരക നാഡി തന്തുക്കൾ ചേർന്ന് പ്രേരക നാഡി. സംവേദ നാഡി തന്തുക്കളും പ്രേരക നാഡി തന്തുക്കളും രണ്ടും ചേർന്നിട്ടാണ് സമ്മിശ്ര നാഡി ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നാഡീ വ്യവസ്ഥ, നമ്മുടെ മസ്തിഷ്കം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ മസ്തിഷ്കമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടു ഈ ഒരു ചെറിയ സമയം കൊണ്ട്. ഇതെല്ലാം PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളും കാണുക. തീർച്ചയായിട്ടും PSC പരീക്ഷയ്ക്ക് ഗുണപ്രദമായിരിക്കും. SCRT ടെക്സ്റ്റ് ബുക്ക് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ക്യാപ്സൂൾ രൂപത്തിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള നമ്മുടെ LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പൂർത്തീകരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.